ചപ്പാത്തിക്കും പൊറോട്ടക്കും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് എൻ്റെ ഇന്നത്തെ റെസിപ്പി. ഒരുവിധം എല്ലാവർക്കും ഈ കൂൺ വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇന്ന് ഒരു മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും മഷ്റൂംസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് അതും ഇതുപോലെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്തതും 2 പച്ചമുളകും കൂടെ ഇട്ട് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല 1 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, പെരുംജീരകം പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. ഞാൻ ഇവിടെ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി വരുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം കൂടെ ചേർത്ത് കൂടെ തന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് ഞാൻ ചെറിയൊരു പീസ് തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മഷ്റൂംസൊക്കെ മസാലയിൽ കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് കുറച്ച് അരച്ചെടുത്തത് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മേലൊക്കെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി. ഇഷ്ടപ്പെട്ട ഷെയർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.